ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ രേണുവിന്റെ പെരുമാറ്റമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ ബിഗ് ബോസ് എല്ലാവരോടും ഗാർഡൻ ഏരിയയിൽ എത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ആര്യൻ വൈകിയാണ് എത്തിയത്. ആര്യന് വേണ്ടി എല്ലാവരും കാത്തു നിന്ന ശേഷമാണ് ടാസ്ക് തുടങ്ങിയത്. അപ്പോ ബിഗ് ബോസ് വീട്ടിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നവർ, സേഫ് ഗെയിം കളിക്കുന്നവർ, നന്നായി കളിക്കുന്നവർ എന്നിവർ ആരാണെന്ന് പറയുന്നതായിരുന്നു ടാസ്ക്. ആദ്യം ക്യാപ്റ്റനായ ഷാനവാസ് അനീഷിന്റെ പേര് പറഞ്ഞു. അനീഷ് അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതായിരുന്നു ഷാനവാസിന്റെ ആരോപണം. ഇത് അനീഷ് എതിർത്തതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. തർക്കം നീണ്ടുപോയതോടെ അതിൽ രേണു ഇടപെട്ടു. വേഗം ടാസ്ക് തീർത്ത് എന്തെങ്കിലും കഴിക്കാൻ പോകണമെന്ന് രേണു പറയുകയുണ്ടായി. വീട്ടിലെ ഭക്ഷണ സമയക്രമത്തെക്കുറിച്ചെല്ലാം രേണു പരാമർശിക്കുകയുണ്ടായി. പലർക്കും പല അസുഖങ്ങളും ഉള്ളതുകൊണ്ടും സമയത്ത് ഭക്ഷണം കഴിക്കേണ്ടതുള്ളതുകൊണ്ടും ഈ സമയക്രമം ബുദ്ധിമുട്ടാണെന്നും രേണു അവിടെ വ്യക്തമാക്കി. കൂടാതെ ഭക്ഷണം കഴിക്കാതെ മരുന്ന് കഴിക്കാൻ കഴിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. തനിക്ക് വിശന്നിട്ട് വയ്യെന്ന് രേണു അവസാനം തുറന്നു പറഞ്ഞു. അടുക്കളയിലെ കാര്യങ്ങൾ കൃത്യസമയത്ത് നടക്കുന്നില്ലെന്നും ക്യാപ്റ്റനോട് ഭക്ഷണം ചോദിച്ചാൽ മോശമായി സംസാരിക്കുന്നു എന്നുമെല്ലാം രേണു ആരോപിച്ചു. രേണുവിന്റെ ഈ ഇടപെടലോടെയാണ് അനീഷ് തർക്കം അവസാനിപ്പിച്ച് മിണ്ടാതായത്. രേണുവിന്റെ വാക്കുകൾ കളിയിൽ അവർക്കൊരു നിലപാടുണ്ടെന്ന് കാണിക്കുന്നു. രേണുവിനെ വിഷമിപ്പിച്ചാൽ അവർ പ്രതികരിക്കുമെന്നും അല്ലാത്തപ്പോൾ സേഫ് ഗെയിം കളിക്കുമെന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. രേണുവിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ശക്തമായ കളി പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് പ്രേക്ഷകരും കരുതുന്നത്. യഥാർത്ഥ ഗെയിം കാണാനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.